ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 3 രംഗങ്ങളിൽ കളവ് പറയൽ അനുവദനീയമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒന്ന്, മനുഷ്യർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന വിഷയത്തിൽ, സുൽഹുണ്ടാക്കുന്ന വിഷയത്തിൽ, യോജിപ്പുണ്ടാക്കുന്ന വിഷയത്തിൽ. രണ്ടാമത്തത് യുദ്ധരംഗത്ത്. മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരത്തിൽ. ജനങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാവുക എന്നത് നിർബന്ധമാണ്. പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകളെ കൂട്ടിയോജിപ്പിക്കുക എന്നത് മഹത്തായ പ്രവർത്തനമാണ്. അവരെ പരസ്പരം യോജിപ്പിക്കുവാൻ വേണ്ടി ഒരാൾ പറഞ്ഞ കാര്യം മറ്റേയാളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ, ഇയാൾ പറഞ്ഞ കാര്യം ഇയാളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ 2 കൂട്ടരെയും യോജിപ്പിക്കാൻ വേണ്ടി, അത് പറഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും അകന്നു പോകും, അതൊഴിവാക്കാൻ യോജിക്കുവാൻ വേണ്ടിയുള്ള ഇസ്ലാഹിൻ്റെ പ്രവർത്തനങ്ങൾ, രഞ്ജിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഉള്ള സംസാരത്തിൽ അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് യുദ്ധരംഗത്താണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള സംസാരങ്ങളിൽ പിണക്കം മാറി ഇണക്കമാകാൻ അത്തരം രംഗങ്ങളിലൊക്കെയുള്ള സംസാരങ്ങൾ, ഇത് 3 രംഗങ്ങളിലാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതല്ലാത്ത മറ്റു രംഗങ്ങളിലെല്ലാം കളവ് പറയൽ നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. ഈ അനുവദിക്കപ്പെട്ട 3 സംഗതികൾ തന്നെ കളവ് എന്ന രൂപത്തിലല്ല പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഈ വിഷയത്തിൽ ഇതെല്ലാം നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ആ നിലക്ക് അത്തരം കാര്യങ്ങളിൽ അനുവാദമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.